ടോഷ്മാസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് പീനട്ട് മസാലയുടെ റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഇത് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പം ഈ പീനട്ട് മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇതിനായിട്ട് നമുക്ക് പീനട്ട്സ്, നിലക്കടല നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ ചുമ്മാ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞു വെക്കുന്നതാണിത്. 1 കപ്പുണ്ടത്. തക്കാളി ഒരെണ്ണം, ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇത് സവോള കൊത്തി എരിഞ്ഞത് ഒരെണ്ണം. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി വേണം, അതുപോലെ പാകത്തിന് ഉപ്പ് വേണം, പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതാണിത്, പിന്നെ കറിവേപ്പില വേണം, അതുപോലെ നമുക്ക് എണ്ണ വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ പീനട്ട് മസാല തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഈ പീനട്ട് മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവോള. 1 സവോളയാണ് കൊത്തി എരിഞ്ഞ് വെച്ചേക്കുന്നത്. ഒരു ബൗളിലേക്ക് ഇടാം. ഇത് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്, ഇതും ചേർക്കാം. അതുപോലെ മുളക്, പച്ചമുളക്, ഇത് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്, ഇത് ചേർക്കാം. അതുപോലെ കറിവേപ്പിലയാണിത്. ഞാൻ കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയും ചേർത്താൽ കുഴപ്പമില്ല. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് വറുത്ത് വെച്ചേക്കുന്നതാണ്, ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മുടെ പീനട്ട്സ്. നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർക്കണം. ഇനി ഇതെല്ലാം കൈ കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതി. കറിവേപ്പിലയൊക്കെ ചേർത്ത് ഇതിനൊരു നാടൻ ടേസ്റ്റ് വരാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് തന്നെയാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടിയും ചേർക്കുക. ഞാൻ നാരങ്ങനീരോ വിനാഗിരിയോ ഏതെങ്കിലും ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പീനട്ട്സ് ചേർക്കണം. ചിലർ മുളക് പൊടി ചേർക്കാതെയും ഈ പീനട്ട് മസാല തയ്യാറാക്കാറുണ്ട്. പക്ഷേ കുറച്ചുകൂടി അപ്പീലിംഗ്, കണ്ണിനൊക്കെ കുറച്ചുകൂടി അപ്പീലിംഗ്, അതുപോലെ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് മുളക് പൊടി ചേർത്തിട്ടുള്ള പീനട്ട് മസാലയുടെ റെസിപ്പിയാണ്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളെല്ലാവരും മിക്സ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഈ പീനട്ട്സ് ഇടാവുള്ളൂ. പീനട്ട്സ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. പിന്നെ സെർവ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ, നേരത്തെയൊക്കെ തയ്യാറാക്കി വെക്കാതെ നമുക്ക് സെർവ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമ്മൾ തയ്യാറാക്കുന്നതാണ് നല്ലത്. ഒട്ടും തണുത്ത് പോകാതെ നല്ല ക്രിസ്പി ആയിട്ട് ഈ പീനട്ട്സ് ഇരിക്കും. നമ്മളിന്ന് തയ്യാറാക്കിയത് പീനട്ട് മസാലയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. എപ്പോഴും നമ്മുടെ കിച്ചണിൽ കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. സവോള, തക്കാളി, അതുപോലെ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്, അതുപോലെ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര്, പിന്നെ പീനട്ട്സ്. ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പീനട്ട് മസാല നമുക്ക് തയ്യാറാക്കാം. ഇത് പാർട്ടിക്കൊക്കെ ആണെങ്കിലും ഒരു സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്ന, പിള്ളേർക്കും ഒക്കെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. പുളിയും അതുപോലെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ വരുന്ന നല്ലൊരു പീനട്ട് മസാലയുടെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.